സ്നേഹമേകുവാ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ. ഈ യോഗം ഇങ്ങനെ ക്രമീകരിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇവിടെ കർത്താവിൻ്റെ മഹത്വമുള്ള വേലിൽ സുദീർഘമായ വർഷങ്ങൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ യേശുദാസ്, കൃതദാസിൻ്റെ മകൻ പാസ്റ്റർ ഗോഡ്വിൻ, പാസ്റ്റർ കെ ഷിബു എന്നിവർക്ക് പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ വേലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ സോമൻ, പാസ്റ്റർ സ്പർജൻ എന്നിവർക്ക് നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളുടെയും അനുഗ്രഹത്തിന് കാരണം. ഒരു ക്രിസ്തീയ യാക്കോബ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് എൻ്റെ 20ാമത്തെ വയസ്സിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ ദൈവം അവസരം തന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ള ഉടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. മതി, ഒന്നുകൂടെ ആ 4-ാം വാക്യം മാത്രം വായിച്ചാട്ടെ. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവസിംഹാസനത്തിന്റെ ചുറ്റിലുമായിട്ട് 24 സിംഹാസനങ്ങളിട്ട് 24 മൂപ്പന്മാർ ഉപവിഷ്ടരായിരിക്കുകയാണ്. അവര് ഇരിക്കുന്നത് സിംഹാസനങ്ങളിലാണ്. അവർ ധരിച്ചിരിക്കുന്നത് വെള്ളയുടുപ്പാണ്. അവരുടെ ശിരസിൽ പൊന്നുകൊണ്ടുള്ള കിരീടമുണ്ട്. ഈ 24 മൂപ്പന്മാർ പഴയ പുതിയ നിയമത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്ന സ്വർഗത്തിലെത്തിയ വിശുദ്ധന്മാരുടെ പ്രതിപുരുഷന്മാരാണ്. ഇത് പറയുമ്പോൾ അവരുടെ തലയിൽ പൊൻകിരീടമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കും പൊന്ന് ധരിച്ചുകൂടെ എന്ന് ദൈവമക്കൾ ചോദിച്ചാൽ പുനരുദ്ധാന ശേഷം ലഭിക്കുന്ന പ്രതിഫലമാണ് ഇവിടെ അവർ ധരിച്ചിരിക്കുന്ന പൊൻകിരീടം. അവർ ഭൂമിയിലായിരുന്നപ്പോൾ പൊന്ന് ധരിച്ചവരല്ല, പൊന്ന് ഊരിയവരാണ്. എന്നാൽ സ്വർഗത്തിൽ ചെന്ന ശേഷം അവർക്ക് പൊൻകിരീടങ്ങൾ പ്രതിഫലങ്ങളായി ലഭിച്ചിരിക്കുകയാണ്. ബൈബിളിൽ 66 ഗ്രന്ഥങ്ങളാണുള്ളത്. അതിലൊടുവിലത്തെ ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് എന്നതിന് മൂലഭാഷയെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം അപ്പോക്കാലിപ്സിസ് എന്നാണ്. അതിന്റെ അർത്ഥം മറ നീക്കുക. ഒരു പ്രതിമയുടെ മുൻപിൽ ഇട്ടിരിക്കുന്ന മറ നീക്കിയ ഉടനെ ആ പ്രതിമ നമ്മുടെ കണ്ണുകൾക്ക് ദൃശ്യമാകുന്നത് പോലെ ഭാവി സംഭവങ്ങളുടെ ക്രമത്തിന്റെ മുൻപിൽ ദൈവം ഒരു മറയിട്ടിരുന്നു. അത് ദൈവം നീക്കി വെളിപ്പെടുത്തിയതാണ് വെളിപ്പാട് പുസ്തകം. വെളിപാടല്ല, വെളിവുകേടല്ല, ഇത് വെളിപ്പാടാണ്. ഈ പുസ്തകത്തോടുകൂടെ ദൈവത്തിന്റെ രേഖാമൂലമായ വെളിപ്പാടുകളെല്ലാം അവസാനിച്ചു. ബൈബിളിലെ 1ാമത്തെ പുസ്തകമാണ് ഉൽപ്പത്തി, ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമി സൃഷ്ടിക്കപ്പെടുകയാണ്, വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമി മാറിപ്പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സൂര്യചന്ദ്രന്മാർ പ്രത്യക്ഷപ്പെടുകയാണ്, വെളിപ്പാട് പുസ്തകത്തിൽ അവ ആവശ്യമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടമാണ് മനുഷ്യന്റെ ഭവനം, എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരമാണ് ദൈവമക്കളുടെ ഭവനം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം ആദാമിന്റെ വിവാഹമാണ്, വെളിപ്പാട് പുസ്തകത്തിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിന്റെ വിവാഹമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താന്റെ പ്രവർത്തനത്തിന്റെ ആരംഭമാണ്, വെളിപ്പാട് പുസ്തകത്തിൽ നാശവുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കഷ്ടത, കണ്ണുനീർ, ദുഃഖം ഇവയുടെ ആവിർഭാവമാണ്, വെളിപ്പാട് പുസ്തകത്തിൽ അവയുടെ തിരോധാനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപവും അതിന്റെ ഫലമായ ശാപവുമാണ്, വെളിപ്പാട് പുസ്തകത്തിൽ പാപവുമില്ല, ശാപവുമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്നും ജീവവൃക്ഷത്തിൽ നിന്നും മനുഷ്യൻ
ബഹിഷ്കരിക്കപ്പെടുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ജീവവൃക്ഷഫലം നമുക്ക് തിരികെ ലഭിക്കുകയാണ്. അങ്ങനെ ഈ വെളിപ്പാട് പുസ്തകം കൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, അതോർത്ത് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ള എല്ലാവരും ഒരു 3 കല്ലേലി ഉറക്കെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം തുറക്കുവാൻ ഒരു താക്കോലുണ്ട്. അതാണ് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. മൈക്കിലൂടെ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കും. 1-ാം അധ്യായം 19-ാം വാക്യം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. വെളിപ്പാട് പുസ്തകത്തെ 3ആയി ഭാഗിച്ചിരിക്കുകയാണ്. പുസ്തകത്തിൽ തന്നെ വിഭജനം കൊടുത്തിരിക്കുന്ന ബൈബിളിലെ ഏക പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ഇത്രയും വ്യക്തമായ വിഭജനവാക്യം വേറൊരു ഗ്രന്ഥങ്ങളിലും നമുക്ക് ലഭിക്കുകയില്ല. ഈ പുസ്തകത്തെ 3ആക്കി തിരിച്ചിരിക്കുന്നു. 1 നീ കണ്ടത്, 2 ഇപ്പോൾ ഉള്ളത്, 3 ഇനി മേലാൽ സംഭവിപ്പാൻ. എന്താണ് നീ കണ്ടത്? അതാണ് 1-10 മുതൽ വായിക്കുമ്പോൾ, അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ ലേഖനായിരിക്കുമ്പോൾ കർത്ത ദിവസത്തെ ഞായറാഴ്ച അവൻ ആത്മവിവശനായി നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം അവന്റെ പുറകിൽ കേട്ടു. അപ്പോൾ യോഹന്നാൻ അവനോട് സംസാരിച്ച നാദം എന്ന് കാണുവാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നിലവിൽ നിലയങ്കിരത് ധരിച്ച് മാലത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന് തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിൽ ഇരച്ചൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണപ്പോൾ യേശുക്രിസ്തുവാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തു യോഹന്നാനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എന്താണ് യോഹന്നാൻ കണ്ടത്? ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സപ്തസമ്പൂർണ്ണ മഹിമ യോഹന്നാൻ കണ്ടു. അതാണ് നീ കണ്ടത്. അതാണ് 1-ാം അധ്യായത്തിലെ വിഷയം. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പ്രത്യേകം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ സ്വർഗത്തിൽ ഒരു വാതിൽ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത്, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം 1-ാം അധ്യായത്തിൽ കേട്ട ആ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കാണിച്ചു തരാം. അപ്പൊ മേലാൽ സംഭവിപ്പാനുള്ളത് തുടങ്ങുന്നത് 4-ാം അധ്യായത്തിലാണ്. അപ്പൊ വിഭജനമനുസരിച്ച് 1 നീ കണ്ടത്, 2 ഇപ്പോൾ ഉള്ളത്, 3 ഇനി മേലാൽ സംഭവിപ്പാനുള്ളത്. 1-ാം അധ്യായത്തിലെ വിഷയമാണ് നീ കണ്ടത്, 4 മുതലാണ് മേലാൽ സംഭവിപ്പാനുള്ളത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും 2, 3 അധ്യായങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഭാഗത്ത് കാണുന്ന 7 സഭാദൂതുകളാണ്. 1 എഫെസോസ്, 2 സ്മുർന, 3 പെർഗമോസ്, 4 തുയതൈര, 5 സർദീസ്, 6 ഫിലദൽഫിയ, 7 ലവോദിക്ക. 7 സഭാദൂതുകൾ. ആസിയയിലെ 7 സഭകൾ. ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന ഏഷ്യ മൈനർ പല റോമൻ സംസ്ഥാനങ്ങളാക്കിയെന്ന് തിരിച്ചിരുന്നു. അതിൽ പടിഞ്ഞാറ് ഭാഗത്ത് 5 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പടിഞ്ഞാറ് അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്ന ആസിയ. ആ ആസിയയിൽ 7 സഭകൾ ഉണ്ടായിരുന്നു. ആ 7 സഭകൾക്ക് കർത്താവ് ദൂത് കൊടുക്കുകയാണ്. പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു 7 ലേഖനങ്ങൾ കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ 7 സഭാദൂതുകളിൽ അർത്ഥമാക്കിയിരിക്കുന്നത് കൃപായുഗത്തിലെ അഥവാ സഭായുഗത്തിലെ അഥവാ പരിശുദ്ധാത്മയുഗത്തിലെ സഭാചരിത്രം പ്രവചന രൂപത്തിൽ സംക്ഷേപമായി ദൈവം നമ്മുടെ കരങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ 7 സഭകൾക്ക് 7 സ്വഭാവങ്ങളാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെയുള്ളതായ പുതിയ നിയമസഭയുടെ ചരിത്രം നാം പരിശോധിച്ചാൽ ഈ 7 സഭയുടെ സ്വഭാവങ്ങളിലൂടെ സഭ കടന്നുപോയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫെസോസ്
സഭ അയഞ്ഞ സഭ, സ്മുർണ സഭ പീഡിത സഭ, പെർഗമോ സഭ സ്വൈരണി സഭ, തുയതൈര സഭ ബലികർമ്മത്തിൽ ആസക്തിയുള്ള സഭ, സർദീസ് സഭ നവീകൃത സഭ, ഫിലദൽഫ്യ സഭ സഹോദര സ്നേഹമുള്ള സഭ, ലവോദിക്യ സഭ മന്നോഷ്ണ സഭ. ഈ 7 സ്വഭാവങ്ങളിലൂടെ ചാരിത്രിക കാണുവാൻ കഴിയും. ചില പ്രത്യേക കാലയളവുകളിൽ സഭയിൽ അഥവാ സഭാചരിത്രത്തിൽ അറിയപ്പെടാവുന്ന ചില പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ നിയമസഭാ ചരിത്രത്തെ 7 പീരീഡുകളാക്കി നമുക്ക് തിരിക്കാം. അത് എഫെസോസിന്റെ കാലയളവാണ് AD 70 മുതൽ AD 120 വരെ. രണ്ടാമത് സ്മുർണയുടെ കാലയളവാണ് AD 120 മുതൽ AD 312 വരെ. മൂന്നാമത് പെർഗമോസിന്റെ കാലയളവാണ് AD 312 മുതൽ AD 606 വരെ. 4 തുയതൈരയുടെ കാലയളവാണ് AD 1106 മുതൽ AD 1520 വരെ. ന്റെ കാലയളവാണ് AD 1520 മുതൽ AD 1750 വരെ. അടുത്തത് ഫിലദൽഫിയയുടെ കാലയളവാണ് AD 1750 മുതൽ AD 1900 വരെ. അടുത്തത് ലവോദിക്കയുടെ കാലയളവാണ് AD 1900 ആരംഭിച്ചു. അതിപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് മേഘത്തിൽ വരുമ്പോൾ ആ സഭാ കാലയളവ് അവസാനിക്കും. അതുകൊണ്ട് കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ. പ്രത്യാശയുണ്ടോ? അനന്തരം എന്ന വാക്കോടുകൂടെയാണ് 4-ാം അധ്യായം ആരംഭിക്കുന്നത്. അനന്തരം എന്ന് പറഞ്ഞാൽ മേൽ കാണിച്ച ദൂതുകൾ കൊണ്ട് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള സഭായുഗം അഥവാ കൃപായുഗം അഥവാ പരിശുദ്ധാത്മാ യുഗം നിറവേറിയ അനന്തരം എന്ന് വെച്ചാൽ സഭാ കാലയളവ് തീരുമ്പോൾ എന്ത് സംഭവിക്കും? അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്തിനാ ഈ വാതിൽ തുറക്കുന്നത്? നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനത്തിന് വേണ്ടിയാണ് സ്വർഗത്തിൽ ഈ വാതിൽ തുറക്കുന്നത്. ക്രിസ്തുമാർഗത്തിന്റെ സവിശേഷത ക്രിസ്തുമാർഗം പ്രത്യാശയുള്ള മാർഗം ആണ് എന്നുള്ളതാണ്. അതിന് പ്രധാനമായി 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തവനും, രണ്ടാമത് നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നവനുമാണ്. ഈ 2 കാരണങ്ങളാൽ ഇത് പ്രത്യാശയുള്ള മാർഗമാണ്. ലോകത്തിൽ അനേകം മതങ്ങളുണ്ടെങ്കിലും അതിലൊന്നും പ്രത്യാശയില്ല. പക്ഷെ നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് യേശു വരാൻ വൈകി നമ്മൾ മരിച്ചാൽ നാമും ഉയർത്തെഴുന്നേൽക്കും അവൻ വരുമ്പോൾ. 2, അവൻ എത്രയും വേഗം നമ്മെ ചേർക്കുവാൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി മധ്യാകാശത്തിൽ വരും. ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയോടെ പറയാൻ കഴിയും, എന്റെ കർത്താവ് വരാറായി. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആയുധ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. യോഹന്നാന് എന്ത് സംഭവിച്ചു? ഉടനെ അവൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തയുടെ സദൃശൻ. തുടർന്ന് വായിക്കുന്നു അടുത്ത ഭാഗം. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല് സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. കർത്താവ് മധ്യാകാശത്തിൽ വന്നാൽ സംഭവിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും സ്വർഗസ്ഥലങ്ങളിലേക്ക് കയറി ചെല്ലും. അവിടെ ചെന്നാൽ ഒരു വലിയ സമ്മേളനം സ്വർഗത്തിൽ നടക്കാൻ പോകുകയാണ്. അതിന്റെ ദൃശ്യമാണ് വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലെ. വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് 7 ഏഴുകളാക്കി തിരിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ 7 ഏഴുകളുണ്ട്. 1 7 സഭകൾ, 2 7 മുദ്രകൾ, 3 7 കാഹളങ്ങൾ, 4 7 മൂർത്തികൾ, 5 7 ക്രോധകലശങ്ങൾ, 6 7 തീർപ്പുകൾ, 7 7 നൂതനങ്ങൾ. 7 സഭാദൂതകൾ, 7 സഭകൾ. 1 എഫെസോസ്, 2 സ്മുർണ, 3 പെർഗമോസ്, 4 തുയതൈര, 5 സർദീസ്, 6 ഫിലദൽഫിയ, 7 ലവോദിക്യ. 7 മുദ്രകൾ. 1-ാം മുദ്ര വെളുത്ത കുതിര, 2-ാം മുദ്ര ചുവന്ന കുതിര, 3-ാം മുദ്ര കറുത്ത കുതിര, 4-ാം മുദ്ര മഞ്ഞക്കുതിര, 5-ാം മുദ്ര രക്തസാക്ഷികളായ ആത്മാക്കൾ കീഴിൽ, 6-ാം മുദ്ര പ്രകൃതിക്ഷോഭങ്ങൾ, 7-ാം മുദ്ര സ്വർഗത്തിൽ അരമണിക്കൂർ മൗനത. 3 7 കാഹളങ്ങൾ. 1-ാം കാഹളം രക്തം തീ കൽമഴ, 2-ാം കാഹളം തീ കത്തുന്ന വന്മല, 3-ാം കാഹളം കാഞ്ഞിര നക്ഷത്രം, 4-ാം കാഹളം സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്കുണ്ടായ ആഘാതം, 5-ാം കാഹളം വെട്ടിക്കിളിയാലുള്ള ബാധ, 6-ാം കാഹളം കുതിരപ്പടയാളിയുടെ ബാധ, 7-ാം കാഹളം 3 കാര്യങ്ങൾക്ക് വേണ്ടി ഊതുന്നു.
അടുത്തത് ഏഴ് മൂർത്തികൾ. ഒന്നാം മൂർത്തി സൂര്യധാരിണിയായ സ്ത്രീ, രണ്ടാം മൂർത്തി ചുവന്ന മഹാസർപ്പം, മൂന്നാം മൂർത്തി പുരുഷപ്രജ, നാലാം മൂർത്തി പ്രധാന ദൂതനായ മീഖായേൽ, അഞ്ചാം മൂർത്തി യഹൂദന്മാരിൽ നിന്നുള്ള ശേഷിപ്പ്, ആറാം മൂർത്തി കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം അഥവാ അന്തിക്രിസ്തു, ഏഴാം മൂർത്തി കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം അഥവാ കള്ളപ്രവാചകൻ. അടുത്ത 7 ക്രോധകലശങ്ങൾ. ഒന്നാം ക്രോധകലശം വല്ലാത്ത ദുർവ്രണം, രണ്ടാം ക്രോധകലശം കടലിൽ രക്തം, മൂന്നാം ക്രോധകലശം നദികളിൽ രക്തം, നാലാം ക്രോധകലശം അത്യുഷ്ണം, അഞ്ചാം ക്രോധകലശം കൂരിരുട്ട്, ആറാം ക്രോധകലശം യൂഫ്രട്ടീസ് നദി വറ്റുന്നു, ഏഴാം ക്രോധകലശത്തിൽ വലിയ കന്മഴ. അടുത്ത 7 തീർപ്പുകൾ അഥവാ 7 ന്യായവിധികൾ. ഒന്നാമത്തെ തീർപ്പ് സഭാ ബാബിലോൺ, രണ്ടാമത്തെ തീർപ്പ് വാണിജ്യ ബാബിലോൺ, മൂന്നാമത്തെ തീർപ്പ് അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും, നാലാമത്തെ തീർപ്പ് അന്തിക്രൈസ്തവ ജാതികൾ, അഞ്ചാമത്തെ തീർപ്പ് ഗോഗ് മാഗോഗ്, ആറാമത്തെ തീർപ്പ് സാത്താൻ, ഏഴാമത്തെ തീർപ്പ് മരിച്ച ദുഷ്ടന്മാർ. തുടർന്ന് 7 നൂതനങ്ങൾ. ഒന്നാമത്തേത് പുതിയ ആകാശം, രണ്ടാമത്തേത് പുതിയ ഭൂമി, മൂന്നാമത്തേത് പുതിയ നഗരം, നാലാമത്തേത് പുതിയ ജാതികൾ, അഞ്ചാമത്തേത് പുതിയ നദി, ആറാമത്തേത് പുതിയ ജീവവൃക്ഷം, ഏഴാമത്തേത് പുതിയ സിംഹാസനം. ഈ 7 ഏഴുകൾ പഠിച്ചു തീരുമ്പോഴാണ് വെളിപ്പാട് പുസ്തകം തീരുന്നത്. ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിനു മുമ്പ് ബൈബിളിൽ 65 പുസ്തകങ്ങളുണ്ട്. ഈ 65 പുസ്തകങ്ങളിലും പ്രവചനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. നടന്നു കഴിഞ്ഞവയും ഇനി നടക്കേണ്ടുന്നവയും ആയ സഭാകാലം മുതലുള്ള 5 പരിപാടികളെ കുറിച്ച് നമുക്ക് 65 പുസ്തകങ്ങളിൽ കാണാൻ കഴിയും. 65 പുസ്തകങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും ഏതാണ് ആദ്യം സംഭവിക്കേണ്ടത്, ഏതാണ് രണ്ടാമത് സംഭവിക്കേണ്ടത്, ഏതാണ് മൂന്നാമത് സംഭവിക്കേണ്ടത് എന്നൊരു ക്രമം 65 പുസ്തകങ്ങളിലുമില്ല. കാലം അടുക്ക് തെറ്റിച്ചും പല ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് കാണാം. പക്ഷേ ഈ 5 പരിപാടികളെ ക്രമമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ. അതാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം നമുക്ക് ലഭിക്കാതെ ഇരുന്നെങ്കിൽ ഭാവി സംഭവങ്ങളുടെ ക്രമം നമുക്ക് ലഭിക്കാതെ പോയേനെ. അതുകൊണ്ട് ഈ 5 പരിപാടികളെ വളരെ വ്യക്തമായി ക്രമത്തിൽ വെളിപ്പാടിൽ 22 അധ്യായങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ് സഭാകാലം അഥവാ പുതിയ നിയമസഭ. അതിൽ 1-ാം അധ്യായത്തിൽ ശിരസായ ക്രിസ്തുവും 2-3 അധ്യായങ്ങളിൽ ശരീരമായ സഭയും. തുടർന്ന് 4 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലാണ് യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് നമ്മെ ചേർത്ത ശേഷം ഈ ഭൂമിയിൽ 7 വർഷം നടക്കുന്ന മഹാപീഡന കാലത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. തുടർന്ന് 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ 7 കൊല്ലം കഴിഞ്ഞ് യേശു ഭൂമിയിൽ വന്ന് 1000 ആണ്ട് വാഴുന്ന സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. തുടർന്ന് 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അതിനെ തുടർന്ന് വരുന്ന ഫൈനൽ ജഡ്ജ്മെന്റ് അന്ത്യന്യായവിധിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. തുടർന്ന് വരുന്ന 21, 22 അധ്യായങ്ങളിലാണ് പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം എന്ന സമ്പൂർണ്ണ യുഗത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ കൃത്യമായി, ക്രമമായി, വ്യക്തമായി വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളിലായി പ്രൈസ് ദി ലോർഡ് ഈ 5 പരിപാടികളെ കുറിച്ച് ദൈവം വിവരിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് വ്യക്തമായി, ഉറപ്പായി, തിട്ടമായി നമുക്ക് പറയാൻ കഴിയും, യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തന്റെ ജനത്തെ ചേർത്ത ശേഷമേ മഹാപീഡനകാലം ഈ ലോകത്തിൽ ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മഹാപീഡനത്തിൽ കൂടെ പുതിയ നിയമസഭ കടന്നു പോകുകയില്ല. കടന്നു പോകുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അത് തെളിയിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് മഹാപീഡനത്തിൽ കൂടെ നമ്മെ കടത്തിവിട്ട് നമ്മെ ഇടിച്ച് ശരിയാക്കിയ ശേഷമല്ല കർത്താവ് മധ്യാകാശത്തിൽ വന്ന് പുതിയ നിയമസഭയെ വേളി കഴിക്കുന്നത്. പിന്നെയോ ആ പീഡനത്തിലൂടെ നമ്മെ കടത്തിവിടാതെ പ്രൈസ് ദി ലോർഡ് ഭൂലോകത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കുമെന്ന് ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുത്തതുപോലെ ആ കാലം വരുന്നതിന് മുന്നേ യേശു മേഘത്തിൽ വരികയും നമ്മൾ ഇവിടുന്ന് കരേറി പോവുകയും ചെയ്യും. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്ക്. ശ്രദ്ധിക്കുക. അപ്പൊ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നത് യോഹന്നാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു, ഭാവി സംഭവങ്ങൾ ദർശിക്കുന്നു. യോഹന്നാന്റെ ഉത്ഗമനത്തിൽ പുതിയ നിയമസഭയുടെ ഉത്ഗമനത്തിന്റെ ഒരു നിഴലുണ്ട്. പുതിയ നിയമസഭയുടെ എടുത്തുകൊള്ളപ്പെടൽ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന്
ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. ഈ വചനം ആശ്വസിപ്പിച്ചുകൊള്ളേ. ഒരു സഹോദരനോ സഹോദരിയോ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് പറയാൻ ഒരു ആശ്വാസവചനമുണ്ട്. അതിതാണ്, നമ്മുടെ കർത്താവ് വരാറായി. ഇത് പറഞ്ഞിട്ട് ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഇതിന്റെ അപ്പുറം ഒരു ദൂതില്ല പ്രിയരെ. അപ്പോൾ യേശു മേഘത്തിൽ വരിക എന്നുള്ളതാണ് ഇനി ബൈബിൾ പ്രവചനങ്ങളിൽ നടക്കേണ്ട, നിറവേറേണ്ട പ്രധാനപ്പെട്ട പ്രവചനം. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു വരാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ പ്രൈസ് ദി ലോർഡ് വിശ്വാസം. കഴിഞ്ഞ രാത്രി കാത്തിരുന്നു, യേശു വന്നില്ല. ഈ കഴിഞ്ഞ പകൽ കാത്തിരുന്നു, യേശു വന്നില്ല. ഈ രാത്രി യേശു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലാതെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് യേശു വരുമെന്നല്ല. എത്ര പേർക്ക് അങ്ങനെ വിശ്വാസവും പ്രത്യാശയുണ്ട്? ഇവിടെ നിന്ന് നേരെ സ്വർഗത്തിൽ പോകാൻ ഒരുക്കുമെന്ന് എത്ര പേരുണ്ട്? അത് വീട്ടിൽ ചെന്ന് ശേഷം പോകാനാണോ വന്നേക്കണേ? അപ്പൊ യേശു എത്രയും വേഗം മധ്യാകാശത്തിൽ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അതുവരെ മരിച്ച എല്ലാ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. പാപികൾ ഉയർക്കത്തില്ല. അവർ ഉയർത്തെഴുന്നേറ്റ് ഈ ഭൗമമണ്ഡലം വിടും. തുടർന്ന് നാം അഥവാ ജീവനോടെ ശേഷിക്കുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധന്മാരെ പ്രാപിച്ച് വേർപാടും വിശുദ്ധിയും പാലിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടും. അങ്ങനെ നാം രണ്ടാമത് ഈ ഭൂഗോളത്തെ വിടും. രണ്ടു കൂട്ടർ രണ്ട് സന്ദർഭങ്ങളിലായി ഭൂഗോളത്തെ വിടുന്നുവെന്ന് വരികിലും ഈ വിഹായസിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് ഗാനപ്രതിഗാനം പാടിയാണ് മധ്യാകാശത്തിൽ വന്ന് നിൽക്കുന്ന കർത്താവിനെ എതിരേൽക്കുന്നത്. മരിച്ചുയർത്തെഴുന്നേറ്റവർ ഇങ്ങനെ പാടും, ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? ഇന്ന് യേശു വന്നാൽ നാം പാടും, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. അങ്ങനെ ഗാനപ്രതിഗാനം പാടി നാം മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവിനെ എതിരേൽക്കും. യേശു നടുവിലും കോടികോടി ദൂതഗണങ്ങൾ ചുറ്റിലുമായി മധ്യാകാശത്തിൽ യേശു വന്നു നിൽക്കുമ്പോൾ ദൂതന്മാരെക്കാൾ പ്രഭയേറുന്ന ശരീരത്തിൽ ഇവിടുന്ന് എടുക്കപ്പെടുന്ന ദൈവമക്കൾ അങ്ങ് കയറി ചെല്ലുമ്പോ ദൂതന്മാർക്ക് എന്റെ ഭാവന ലജ്ജ തോന്നും. അവര് ആ വൃത്തത്തിൽ നിന്ന് അകന്നു മാറും. നാം ആ വൃത്തത്തിലേക്ക് കയറി നിൽക്കും. പിന്നെ ദൂതന്മാരുടെ നില നമുക്ക് ചുറ്റിലുമായിരിക്കും. അങ്ങനെ കർത്താവിനെ ദൈവമക്കൾ എതിരേറ്റ ശേഷം കർത്താവ് സഭയെയും കൊണ്ട് പിതൃസന്നിധിയിലേക്ക് പോകും. ചിലർ പഠിപ്പിക്കുന്നത് യേശു 7 കൊല്ലം മധ്യാകാശത്തിൽ താമസിക്കുന്നത് സഭയുമായിട്ട്. അങ്ങനെ പുസ്തകത്തിലില്ല. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിനും വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഈ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു നമ്മെ തന്റെ അടുക്കൽ ചേർക്കുന്നത് താൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്താനാണ്. യേശു ഇപ്പോൾ ഇരിക്കുന്നത് മധ്യാകാശത്തിലല്ല, 3ാം സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മെ കർത്താവ് ചേർക്കാൻ വരുന്നത് മധ്യാകാശത്തിൽ ഇരുത്താനല്ല, 3ാം സ്വർഗത്തിൽ ഇരുത്താനാണ്. അവിടെ ചെന്ന ശേഷം ഒരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിന്റെ ദൃശ്യമാണ് വെളിപ്പാട് 4-5 അധ്യായങ്ങളിൽ വിഷയം. എന്നാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട യോഹന്നാൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ ആദ്യം കണ്ടത് വിശുദ്ധന്മാരെ അല്ല, സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവരിയ്ക്കുന്നതും കണ്ടു. ആ ഇരിക്കുന്നവനെ കുറിച്ച് യോഹന്നാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. യോഹന്നാൻ കാണുന്നത് ദൈവത്തെയാണ്. ദൈവത്തിന്റെ ആകൃതിയല്ല യോഹന്നാൻ കാണുന്നത്, ദൈവത്തിന്റെ മഹിമയാണ്. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സൂര്യകാന്തത്തിന്റെ നിറം വെണ്മയാണ്, പത്മരാഗത്തിന് നിറം ചുവപ്പാണ്. അതുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ശൂലമിയോട് യെരൂശലേം പുത്രിമാർ ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ശൂലമി പറഞ്ഞു, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് എല്ലാത്തിനും ശ്രേഷ്ഠൻ, എന്റെ സ്വന്തം പ്രാണനേക്കാൾ ശ്രേഷ്ഠൻ എന്റെ യേശുവാണ്. അങ്ങനെ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് യോഹന്നാൻ
കണ്ട ശേഷം ആ സിംഹാസനത്തിന്റെ ചുറ്റിലേക്ക് നോക്കിയപ്പോൾ 24 സിംഹാസനങ്ങളിലിട്ട് വെള്ളയുടുപ്പ് ധരിച്ച് പൊൻകിരീടം ചൂടി 24 മൂപ്പന്മാർ അവിടെ ഇരിക്കുന്നു. ആ 24 മൂപ്പന്മാർ പുതിയ നിയമത്തിൽ 12 ഗോത്രങ്ങൾ, പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങൾ, പുതിയ നിയമത്തിൽ 12 അപ്പോസ്തലന്മാർ. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മഹത്വത്തിൽ പ്രവേശിച്ച ശുദ്ധിമാന്മാരുടെ വലിയ ഗണത്തെ 24 എന്ന സംഖ്യ കൊണ്ട് വിവക്ഷിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം സ്വർഗത്തിലെത്തുന്ന നാം എല്ലാവരും പ്രൈസലോ ദൈവസിംഹാസനത്തിന്റെ ചുറ്റിലുമായി സിംഹാസനമിട്ട് വെള്ളയുടുപ്പ് ധരിച്ച് പൊൻകിരീടം ചൂടി അവിടെ ഇരിക്കുമെന്നല്ലയോ അതിന്റെ അർത്ഥം. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട്? അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഈ മൂപ്പന്മാരുടെ 24 പേരുടെയും ശിരസിൽ പൊൻകിരീടം കാണുന്നതിനാൽ അതിന് മുന്നേ പ്രതിഫല വിഭജനം കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കർത്താവ് മേഘത്തിൽ വന്ന് നമ്മൾ എടുക്കപ്പെട്ട് കർത്താവിനെ എതിരേറ്റ ശേഷം മഹത്വത്തിൽ പ്രവേശിച്ച് നടക്കുന്ന സംഭവമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. എന്ന് വെച്ചാൽ സ്വർഗത്തിലെത്തിയ വിശുദ്ധന്മാരെ ന്യായം വിധിച്ച് അവർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുന്ന ന്യായാസനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ആ പ്രതിഫല വിഭജനം കഴിഞ്ഞ ശേഷമാണ് ഈ സ്വർഗീയ സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഈ വിശുദ്ധന്മാർക്ക് സിംഹാസനവും കിരീടവും എല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമാണ്, ആ ന്യായവിധി കഴിഞ്ഞു. ഇവിടെ ഉദ്ദേശിക്കുന്ന ന്യായവിധി നരകത്തിൽ തള്ളാനുള്ള ന്യായവിധിയല്ല, അത് പാപികൾക്കാണ്. അത് യേശു എന്ന് വന്നാൽ 1007 വർഷോടെ കഴിയണം. അതിന്റെ ചിത്രീകരണമാണ് വെളിപ്പാട് 20:11 മുതൽ 15 വരെ കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ശിക്ഷാവിധി നടക്കുന്നത്. അവിടെ വലിയ വെള്ളസിംഹാസനം സ്ഥാപിക്കുകയാണ്. ത്രോണോസ് സിംഹാസനമാണ്. പക്ഷെ ഇവിടെ സ്ഥാപിക്കുന്നത് ത്രോണോസ് അല്ല, സിംഹാസനമല്ല, ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. ന്യായമായി വിധിക്കുകയാണ്. യേശു മേഘത്തിൽ വന്ന് എടുക്കപ്പെട്ട് സ്വർഗത്തിലെത്തുന്ന ഒറ്റ വിശുദ്ധന്മാരെയും പിന്നെ ന്യായം വിധിച്ച നരക തള്ളുന്നൊരു ഉപദേശം വേദപുസ്തകത്തിലില്ല. പിന്നെയോ നമ്മളിവിടെ കർത്താവിന് വേണ്ടി ജീവിച്ചതും പ്രവർത്തിച്ചതും ശുശ്രൂഷിച്ചതും ഒരുപോലെയല്ല, വ്യത്യാസമാണ്. അതുകൊണ്ട് അതനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ അവിടെ നാം പ്രാപിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ സഭായോഗം മുടക്കി ശുദ്ധീകരണം പ്രാപിച്ച് സ്വർഗത്തിലെത്തിയവനും സഭായോഗം മുടക്കാതെ സ്വർഗത്തിലെത്തിയവനും സ്വർഗത്തിൽ ഒരു നിലയാണെങ്കിൽ മുടക്കിയവനല്ലേ മാന്യൻ. അതുകൊണ്ട് ഒരു വ്യത്യാസം അവിടെ കാണേണ്ടത് ആവശ്യമാണ്. ആ ന്യായാസനത്തെ സംബന്ധിച്ച് 2 തിരുവചന ഭാഗങ്ങൾ നമ്മൾ ഇവിടെ ആദ്യം ഒന്ന് വായിക്കാൻ പോകുകയാണ്. ആദ്യം വായിക്കുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, രണ്ടാമത് റോമാലേഖനം 14-ാം അധ്യായം 10-ാം വാക്യവും 11-ാം വാക്യം വായിക്കേണ്ട 12-ാം വാക്യവും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. റോമാലേഖനം 14:10-12. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആ ഭാഗം മറിക്കരുത്. ആദ്യം വായിച്ചത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. രണ്ടാമത് വായിച്ചത് 10-ാം വാക്യം. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് ഇപ്പോഴേ ഒന്ന് തയ്യാറാക്കി വെച്ച നന്നായിരുന്നു, എന്നാൽ ബോധിപ്പിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ക്രിസ്തുവിന്റെ ന്യായാസനം, ദൈവത്തിന്റെ ന്യായാസനം. കൊരിന്ത്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനം, റോമാലേഖനത്തിൽ ദൈവത്തിന്റെ ന്യായാസനം. ഈ ന്യായവിധി എപ്പോൾ നടക്കും? 1 കൊരിന്ത്യർ 4:5 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നു: ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അപ്പൊ സാക്ഷാൽ വിധി നടക്കണമെങ്കിൽ കർത്താവ് വരണം.
അപ്പൊ കർത്താവ് വന്ന് നമ്മെ ചേർത്ത ശേഷം മൂന്നാം സ്വർഗത്തിലാണ് ഈ ന്യായാസനം വയ്ക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ന്യായാസനത്തിൽ ന്യായം വിധിക്കപ്പെടുന്നത് ആരാണ്? കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിച്ചു, നാം എല്ലാവരും എന്ന് പൗലോസ് പറയുന്നതിനാൽ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളും പൗലോസ് അപ്പോസ്തലനും. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു നാം എല്ലാവരും. അപ്പോൾ റോമിലുള്ള സഭയിലെ വിശ്വാസികളും പൗലോസ് അപ്പോസ്തലനും. ചുരുക്കി പറഞ്ഞാൽ ഈ ന്യായാസനത്തിൽ ന്യായം വിധിക്കപ്പെടുന്നത് ദുഷ്ടന്മാരായ പാപികളല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളല്ല, പിന്നെയോ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാരെല്ലാവരും. അതുകൊണ്ട് ഈ ഹാളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാവരും. അപ്പൊ ഈ ന്യായാസനം വെക്കുന്നത് അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്കാണ്. അടുത്ത പോയിന്റ്, ഈ ന്യായാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്ന ന്യായാധിപൻ ആരാണ്? വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് വചനഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനം, റോമാലേഖനത്തിൽ ദൈവത്തിന്റെ ന്യായാസനം. യോഹന്നാൻ 5:22 കൂടെ ചേർത്ത് വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഭാവിയിൽ വയ്ക്കപ്പെടുന്ന എല്ലാ ന്യായാസനങ്ങളിലും സിംഹാസനങ്ങളിലും ഇരിക്കുന്നത് പിതാവായ ദൈവമല്ല, പുത്രനായ ക്രിസ്തുവാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമാണ്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. റോമാലേഖനത്തിൽ നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഇരിക്കുന്നത് ക്രിസ്തുവാണെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ, റോമാലേഖനത്തിൽ ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാ ഈ രണ്ട് രീതികളിൽ പറഞ്ഞിരിക്കാൻ കാരണം? ഒന്നാമത്തെ കാരണം, ക്രിസ്തു തന്നെയാണ് ദൈവം. ക്രിസ്തുവിനെ കൂടാതെ ഒരു ദൈവമില്ല. അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. ക്രിസ്തുവിനെ കൂടാതെ ഒരു ദൈവമുണ്ടെങ്കിൽ അത് വ്യാജദൈവമാണ്. സന്തോഷമുണ്ടോ? തോമസ് അപ്പോസ്തലൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. യേശു അതിനെ നിഷേധിച്ചില്ല. യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. അതിന്റെ അർത്ഥം അവന്റെ ദൈവത്വത്തെ പൂർണ്ണമായി സമ്മതിക്കുക എന്നുള്ളത് കൂടെയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്, സൃഷ്ടാവായ ദൈവമാണ്. അവൻ പാപത്തിലകപ്പെട്ടു പോയി നിത്യനരക ശിക്ഷയ്ക്ക് ഓഹരിക്കായ മനുഷ്യരെ രക്ഷിപ്പാൻ ജഡവേഷമെടുത്ത് ബേത്ലഹേമിൽ അവതരിച്ച് 33-ാമത്തെ ഏകദേശം 33-ാം തിരുവയസ്സിൽ നമ്മുടെ പാപവും ശാപവും തന്റെ മേൽ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ മരിച്ച് അരിമത്തെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് കടന്നുപോയി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്കാണ് ആത്മരക്ഷ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരുത്തരിലും രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ആ നിത്യനരകമാകുന്ന ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടുന്നതാണ് രക്ഷ. ആ രക്ഷ പ്രാപിക്കുവാൻ പുത്രനാകുന്ന ക്രിസ്തുവിൽ, സാക്ഷാൽ ദൈവമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച വിശുദ്ധ ഗണങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനം ദൈവത്തിന്റെ ന്യായാസനം എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ക്രിസ്തു ദൈവമാണ്. രണ്ടാമത്തെ കാരണം, ക്രിസ്തു ന്യായാസനത്തിൽ ഇരിക്കുന്നത് മഹാദൈവം എന്നുള്ള നിലയിൽ ഇരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. യേശുവും നാമും തമ്മിൽ പല ബന്ധങ്ങളുണ്ട്. ഒന്നാമത്തെ ബന്ധം, യേശു നമുക്ക് പിതാവാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു. ആ അർത്ഥത്തിൽ യേശു നമുക്ക് പിതാവാണ്. അവൻ പിതാവ് എന്നുള്ള നിലയിൽ അവിടെ ഇരുന്നാൽ മക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ചെല്ലുമ്പോൾ ചില പ്രത്യേക പരിഗണനകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പച്ചാ എന്നൊക്കെ വിളിച്ചോണ്ട് ആളുകൾ ചെല്ലും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരിഗണനയൊന്നും അവിടെ ഇല്ല. മഹാദൈവം എന്നുള്ള നിലയിൽ അവിടെ ഇരിക്കുകയാണ്. രണ്ടാമത്, നാമും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, അവൻ നമുക്ക് രക്ഷകനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് രക്ഷകനും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവരും എന്നുള്ള രീതിയിലുള്ളതായ പരിഗണനയും അവിടെ ലഭിക്കുകയില്ല. ഇന്ന് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷയുണ്ടെങ്കിലും അന്ന് പ്രൈസ് ദി ലോർഡ് അവന്റെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും അപേക്ഷിച്ചാൽ ഏറ്റക്കുറച്ചിലുകൾ അന്ന് അവിടെ ലഭിക്കയില്ല. മഹാദൈവം എന്നുള്ള നിലയിലാണ് അവിടെ വിധി കൽപ്പിക്കാനിരിക്കുന്നത്. മൂന്നാമത്, നാമും അവനും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് ഇടയനാണ്, നാം അവന്റെ ആടുകളാണ്.
അങ്ങനെയുള്ള പരിഗണനയും അവിടെ ലഭിക്കുകയില്ല. അടുത്തത്, നാമും അവനും തമ്മിലുള്ള ബന്ധം, അവൻ മഹാപുരോഹിതനാണ്, നമ്മൾ പുരോഹിതവർഗമാണ്. ആ നിലയിലുള്ള പരിഗണനയും അവിടെ ലഭിക്കുകയില്ല. അടുത്തത്, അവൻ യജമാനനാണ്, നമ്മൾ ദാസീദാസന്മാരാണ്, ആ പരിഗണനയും അവിടെ ലഭിക്കുകയില്ല. അടുത്തത്, അവൻ മണവാളനാണ്, നാം മണവാട്ടിയാണ്. ഏറ്റവും പരിഗണന ലഭിക്കാൻ പറ്റിയ ഒരു കാര്യമാണത്. പക്ഷെ അങ്ങനെ ഒരു പരിഗണനയും മണവാട്ടി സഭയ്ക്ക് ലഭിക്കുകയില്ല. മഹാദൈവം എന്നുള്ള നിലയിലാണ് അവിടെ ഇരിക്കുന്നത്. കർത്താവേ, നീ അങ്ങനെ തന്നെ ഇരിക്കാൻ നിനക്ക് ഇഷ്ടം തോന്നിയതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആളുകൾ അവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവനോട് ചോദിച്ച് പ്രൈസലോ പല പരിഗണനയും പ്രാപിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പരിഗണന അവിടെ ചെന്നിട്ട് പ്രാപിക്കാമെന്ന് കരുതി ഇവിടെ ആരും ജീവിക്കണ്ട, ഇവിടെ ജീവിച്ചതിന് തക്കവണ്ണമാണ് അവിടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ യേശുക്രിസ്തു മഹാദൈവം എന്നുള്ള നിലയിൽ ആ ന്യായാസനത്തിൽ ഇരിക്കുകയാണ്. ശ്രദ്ധിക്കുക, പ്രത്യേകം കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. ശരീരത്തിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക പദപ്രയോഗമാണ്. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. എന്താ ഈ ശരീരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ? ഈ ലോക ജീവിതത്തിൽ ഒരാൾ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ശേഷം ഒന്നുകിൽ ആ വ്യക്തി മരിക്കുന്നത് വരെ, അല്ല കർത്താവ് പെട്ടെന്ന് വന്നാൽ ആ വ്യക്തി രൂപാന്തരപ്പെടുന്നത് വരെയുള്ള സമയമാണ് ഈ ശരീരത്തിലിരിക്കുന്ന കാലയളവ്. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട നമ്മൾ ശരീരത്തിലിരിക്കുകയാണ്. ശരീരം വിട്ടാൽ നാം പരദീസയിൽ വിശ്രമിക്കുകയായിരിക്കും. അപ്പൊ 25-ാമത്തെ വയസ്സിൽ ഒരാൾ രക്ഷിക്കപ്പെട്ട് 75-ാമത്തെ വയസ്സിൽ മരിച്ചാൽ ശരീരത്തിലിരുന്നത് ഏകദേശം 50 വർഷമാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാലയളവാണ്. ഇന്നലെ ഒരാൾ രക്ഷിക്കപ്പെട്ട് ഇന്നൊരാൾ മരിച്ചാൽ ശരീരത്തിലിരുന്നത് ഏകദേശം 1 ദിവസമാണ്. ഇന്നൊരാൾ രക്ഷിക്കപ്പെട്ട് 5 മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് തന്നെ മരിച്ചാൽ ശരീരത്തിലിരുന്നത് 5 മണിക്കൂർ സമയമാണ്. അപ്പൊ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ എന്നുള്ളത് പ്രത്യേക അർത്ഥമുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചാട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അത്രയും നാളായിട്ട് ശരീരത്തിലിരിക്കുകയാണ്. അടുത്ത പദപ്രയോഗം ശ്രദ്ധിക്കുക, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. ഒരു പാപി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ എല്ലാ പാപവും അപ്പോൾ തന്നെ ക്ഷമിച്ച് അവനെ വിശുദ്ധനാക്കുകയാണ്. അതാണ് ബൈബിൾ ഉപദേശം. അവൻ ഓരോരോ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ക്ഷമിക്കുകയല്ല, വിശ്വസിക്കുന്ന മാത്രയിൽ എല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നതാണ് വേദപുസ്തകത്തിലെ ശുദ്ധീകരണം. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച എല്ലാവരും വിശുദ്ധന്മാരാണ്. എന്നാൽ ആ വിശുദ്ധന്മാർ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അറിഞ്ഞുകൂട്ടി പാപം ചെയ്യരുത്. അറിയാതെയോ ജീവിതത്തിൽ പാപം സംഭവിച്ചാൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഒരു വഴിയുണ്ട്. അതാ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ നല്ല നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ യോഹന്നാന് പോലും വർത്തമാനകാല ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണം ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രൈസൽ നമ്മൾ ചെയ്ത പാപം കർത്താവിനോട് ഏറ്റുപറയുമ്പോഴാണ്. അപ്പൊ ഒരാള് ശരീരത്തിലിരിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട ശേഷം ശരീരത്തിലിരിക്കുമ്പോൾ അറിഞ്ഞുകൂട്ടി പാപം ചെയ്യരുത്. അറിയാതെയോ പാപം ചെയ്താൽ അത് കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ ക്ഷമ കിട്ടും. പക്ഷേ മരിക്കുന്നതിന് മുന്നമേ അഥവാ ശരീരം വിടുന്നതിന് മുന്നമേ ക്ഷമിച്ചു കിട്ടിയവർക്ക് കർത്താവ് ബാലശിക്ഷ കൊടുക്കും. കാരണം മരണശേഷം ശരീരം വിട്ടാൽ പിന്നെ അവരെ ശിക്ഷിക്കുവാൻ ദൈവത്തിന് ഒരു സന്ദർഭമില്ല. പ്രൈസലോ, പാപി മരിക്കുന്നതിന് മുന്നമേ ശിക്ഷയെല്ലാം കൊടുത്തുകൊള്ളണമെന്നില്ല. മരണശേഷം അധോ പാതാളത്തിലും അഗ്നിനരകത്തിലും ദൈവത്തിന് അവനെ ശിക്ഷിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ ശരീരം വിട്ടാൽ നമ്മെ പിന്നെ ശിക്ഷിക്കാൻ ദൈവത്തിന് യാതൊരു വഴികളുമില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുന്നമേ തല്ല് കിട്ടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയണ, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളത്രേ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസിയെ, നീ രക്ഷിക്കപ്പെട്ട ശേഷം പ്രൈസ് ദി ലോർഡ് എന്തെങ്കിലും തെറ്റ് ജീവിതത്തിൽ വന്നിട്ട് കർത്താവിനോട് ഏറ്റുപറഞ്ഞിട്ട് ഇതുവരെ തല്ല് കിട്ടിയിട്ടില്ലെങ്കിൽ നീ സ്വർഗത്തിൽ പോകാനുള്ള ആളല്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ പോകാനുള്ള ആളാണെങ്കിൽ മരിക്കുന്നതിന് മുന്നമേ തല്ല് കിട്ടിയിരിക്കും. രക്ഷിക്കപ്പെട്ട ശേഷം നല്ലതു മാത്രം ചെയ്ത് ഒറ്റ വിശുദ്ധനില്ല.
രക്ഷിക്കപ്പെട്ട ശേഷം തീയതു മാത്രം ചെയ്ത ഒറ്റ വിശുദ്ധനുമില്ല. എന്നാൽ വിശുദ്ധന്മാർ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതും ചെയ്യുന്നു, തീയതും ചെയ്യുന്നു. ചില വിശുദ്ധന്മാർ നല്ലത് കൂടുതൽ ചെയ്യുന്നു, തീയത് കുറച്ച് ചെയ്യുന്നു. ചില വിശുദ്ധന്മാർ തീയത് കൂടുതൽ ചെയ്യുന്നു, നല്ലത് കുറച്ച് ചെയ്യുന്നു. എന്ന് ശുദ്ധീകരണം പ്രാപിച്ചാൽ, മരിക്കുന്നതിന് മുന്നമേ ശുദ്ധീകരണം പ്രാപിച്ചാൽ സ്വർഗത്തിൽ പോകാം. സ്തോത്രം, സ്തോത്രം. അപ്പോൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് തക്കവണ്ണമാണ് പ്രതിഫലങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും എന്ന് വിശുദ്ധ പൗലോസ് പറയും. നാം എല്ലാവരും എന്ന് കൊരിന്ത്യരോട് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, റോമാക്കാരോടും നാം എല്ലാവരും എന്ന് പറയുമ്പോൾ, റോമാലേഖനം 14:12 പ്രത്യേകം എടുത്തു പറയുന്നു, നമ്മിൽ ഓരോരുത്തൻ. അപ്പോൾ ഇവിടെ ന്യായം വിധിക്കുന്നത് കൂട്ടമായി നിർത്തിയല്ല, വ്യക്തിപരമായിട്ടാണ്. സ്തോത്രം, സ്തോത്രം. ഭർത്താവും ഭാര്യയും നിന്നുകൊണ്ട് കണക്ക് പറയാൻ സാധ്യമല്ല. ഭർത്താവും ഭാര്യയും മക്കളിൽ നിന്നവരുടെ കുടുംബത്തിന് കണക്ക് പറയുക അവിടെ സാധ്യമല്ല. ഒരു പാസ്റ്ററും വിശ്വാസികളിൽ നിന്നുകൊണ്ട് അവരുടെ ലോക്കൽ സഭയുടെ കണക്ക് പറയാൻ സാധ്യമല്ല. IPC-യിലെ പ്രസിഡന്റും IPC-ക്കാരും എല്ലാവരും കൂടെ നിന്നുകൊണ്ട് IPC-ക്കാരുടെ കണക്ക് പറയാനും സാധ്യമല്ല. സ്തോത്രം. വിശുദ്ധ പൗലോസ് സ്ഥാപിച്ച സഭയിലെ എല്ലാ വിശ്വാസികളും നിന്നുകൊണ്ട് അവരുടെ കണക്ക് പറയുക സാധ്യമല്ല. ആമേൻ, ആമേൻ. ചർച്ച ഓഫ് ഗോഡുകാരെല്ലാവരും കൂടെ നിന്നുകൊണ്ട് അവരുടെ കണക്ക് പറയുക സാധ്യമല്ല. അസംബ്ലീസ് ഓഫ് ഗോഡുകാരെല്ലാവരും നിന്നുകൊണ്ട് അവരുടെ കണക്ക് പറയുക സാധ്യമല്ല. ശാരോങ്കാരെല്ലാവരും നിന്ന് അവരുടെ കണക്ക് പറയുക സാധ്യമല്ല. സിയോൺ സംഘക്കാരെല്ലാവരും നിന്ന് അവരുടെ കണക്ക് പറയുകയും സാധ്യമല്ല. നമ്മിൽ ഓരോരുത്തൻ. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണം. എന്റെ ഭാര്യ ഏലിയാമ്മയെ കൂടെ നിർത്തി ഞങ്ങളുടെ കണക്ക് പറയുക സാധ്യമല്ല. ദൈവം പറയും, തമ്പി ഒറ്റയ്ക്ക് നിൽക്ക്, ഏലിയാമ്മ പിന്നെ. അപ്പൊ ഓരോരുത്തരായി അവിടെ നിൽക്കേണ്ടി വരുമെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളു, വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളു. ക്രിസ്തീയ ജീവിതം വ്യക്തിപരമാണ്, രക്ഷ വ്യക്തിപരമാണ്, ക്രിസ്തീയ ജീവിതം വ്യക്തിപരമാണ്, മരണം വ്യക്തിപരമാണ്, ഉയർപ്പ് വ്യക്തിപരമാണ്, ന്യായവിധി വ്യക്തിപരമാണ്, പ്രതിഫലവും വ്യക്തിപരമാണ്. നാം എല്ലാവരും ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് കൊരിന്ത്യരോട് പൗലോസ് പറയുമ്പോൾ, റോമാക്കാരോട് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നാം എല്ലാവരും ദൈവത്തിന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. കൊരിന്ത്യ ലേഖനത്തിൽ വെളിപ്പെടേണ്ടതാകുന്നു, റോമാലേഖനത്തിൽ നിൽക്കേണ്ടി വരും. വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ മിന്നൽ വേഗത്തിൽ അങ്ങ് പോകാൻ സാധ്യമല്ല. ഒറ്റയ്ക്ക്, പ്രൈസ് ദി ലോർഡ്, അവിടെ നിൽക്കേണ്ടി വരും. ഒരു വ്യക്തി അവിടെ ചെന്ന് നിന്ന്, പ്രൈസ് ദി ലോർഡ്, അവിടെ ന്യായവിധി കഴിയുന്നത് വരെ അവിടെ ഇരിക്കുക സാധ്യമല്ല, നിൽക്കേണ്ടി വരും. യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോയി അവിടെ നിർത്താനല്ല, ഇരുത്താനാണ്. കാരണം വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇരുത്താനാണ് കൊണ്ടുപോകുന്നത്, അത് വ്യക്തമാണ്. പക്ഷെ ഇരുത്തതിന് മുന്നേ നിർത്തി കണക്ക് പറയിച്ചിട്ട് ഇരുത്തു. ക്രിസ്തീയ ജീവിതത്തിന്റെ വില മനസ്സിലായോ? ക്രിസ്തീയ ജീവിതം ഉഴപ്പരുത്. പ്രൈസ് ദി ലോർഡ്. സഭായോഗങ്ങൾ മുടക്കരുത്. യോഗം മുടക്കി കല്യാണത്തിന് പോകരുത്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം അറിയിക്കാതിരിക്കരുത്. ദശാംശം കൊടുക്കാതിരിക്കരുത്. സ്തോത്രം പറയാതിരിക്കരുത്. പ്രാർത്ഥിക്കാതിരിക്കരുത്. ഉപവസിക്കാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എബ്രായ വിശ്വാസികളോട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മനനീളവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല. അത് ഇവിടെയും ദൈവം അതിനു വേണ്ട നന്മ തരും, നിത്യതയിലും തരുന്ന ദൈവത്തിനായി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത് ശ്രദ്ധിക്കുക, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ നിൽക്കേണ്ടി വരും എന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
റോമാലേഖനം 14:12 വിശുദ്ധ പൗലോസ് പ്രത്യേകം പറയുന്നു, നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ വെറുതെ അവിടെ നിൽക്കുകയല്ല, നമ്മൾ കണക്ക് വ്യക്തിപരമായി പറയേണ്ടി വരുമെന്നല്ല, ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് പറയുക കുറച്ചുകൂടി എളുപ്പമാണ്, പക്ഷെ ബോധിപ്പിക്കുക അല്പം ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കണക്ക് നാം ദൈവം തമ്പുരാന്റെ മുൻപിൽ ബോധിപ്പിക്കേണ്ടി വരും. കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്നത് ഒരു മഹാഭാഗ്യമാണ്, പക്ഷേ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്തിന്റെയൊക്കെ കണക്കാ? ഒന്ന്, ദൈവം നമുക്ക് തന്ന സമയത്തിന്റെ കണക്ക്. 25-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട ശേഷം 75-ാമത്തെ വയസ്സിൽ മരിച്ചയാള് 50 വർഷത്തെ കണക്ക്, സമയത്തിന്റെ കണക്ക്. ദിവസത്തിൽ 24 മണിക്കൂർ, ആഴ്ചയിൽ 7 ദിവസം, മാസത്തിൽ 31 ദിവസം, വർഷത്തിൽ 365 ദിവസം, അങ്ങനെ 50 വർഷത്തെ സമയത്തിന്റെ കണക്ക്. 24 മണിക്കൂർ ദൈവം നിനക്ക് തന്നു, നീ അത് എന്ത് ചെയ്തു? 13 മണിക്കൂർ ഉറങ്ങി. പിന്നെ എത്രയുണ്ട്? 11 മണിക്കൂർ. ആ 11 മണിക്കൂർ എന്ത് ചെയ്തു? കൊച്ചിനെ കളിപ്പിക്കാൻ 2 മണിക്കൂർ, പിന്നെ 9 മണിക്കൂർ, കുളിക്കാനും പല്ല് തേക്കാനും 2 മണിക്കൂർ, പിന്നെ 7 മണിക്കൂർ, ആഹാരം കഴിക്കാൻ 2 മണിക്കൂർ, പിന്നെ 5 മണിക്കൂർ. കസേരയിട്ട് അന്തരീക്ഷം കണ്ടുകൊണ്ടിരുന്നത് 1 മണിക്കൂർ, പിന്നെ 4 മണിക്കൂർ. അന്വേഷിച്ച് വന്നപ്പോൾ അന്ന് ആകെ പ്രാർത്ഥിച്ചത് 5 മിനിറ്റ്. അത്രേ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവനവന് വേണ്ടി ചെയ്തു. അപ്പൊ 5 മിനിറ്റ് പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലം കിട്ടും. അത് ഉറക്കം തൂങ്ങിയാണെങ്കിൽ അതിന്റെ കാര്യം പറയുകയും വേണ്ട. അത് ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും അല്ലെങ്കിൽ അതിന്റെ കാര്യവും പറയണ്ട. വിശ്വാസത്തോടെ അല്ലെങ്കിലും ശുദ്ധീകരണത്തോടെ അല്ലെങ്കിലും പിന്നെ അതിന്റെ കാര്യം പറയണ്ട. വചനപ്രകാരം 5 മിനിറ്റ് പ്രാർത്ഥിച്ചിൽ അതിന് പ്രതിഫലമുണ്ട്. ഇങ്ങനെ 50 വർഷത്തെ സമയത്തിന്റെ കണക്ക്. സ്തോത്രം. അടുത്തത് സമയത്തിന്റെ കണക്ക് മാത്രമല്ല, ദൈവം നമുക്കെന്ന സമ്പത്തിന്റെ കണക്ക്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 5 ഏക്കർ ഭൂമിയുണ്ടെങ്കിൽ ആ 5 ഏക്കർ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സമ്പത്താണ്. എന്തിനു വേണ്ടിയാണ് 5 ഏക്കർ? ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. ആമേൻ. ഒരു മാസത്തെ വരുമാനം 6000 രൂപയാണെങ്കിൽ ആ 6000 രൂപ ദൈവം കൊടുത്തതാണ്. ആ 6000 രൂപയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു ദിവസം കിട്ടിയത് 200 രൂപയാണെങ്കിൽ ആ 200 രൂപയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആ 200 രൂപ എന്തോ ചെയ്തു? പാസ്റ്റർക്ക് 200 രൂപ കിട്ടി ഒരു ദിവസം, തിങ്കളാഴ്ച. പാസ്റ്ററെ കുറിച്ച് പറയാം, അപ്പൊ ദൈവമക്കൾക്ക് വിഷമം ഉണ്ടാകത്തില്ലല്ലോ. 200 രൂപ എന്ത് ചെയ്തു? അതിൽ 50 രൂപയ്ക്ക് ഞെക്കുമ്പോ കൊരയ്ക്കുന്ന പട്ടീനെ മേടിച്ചു കൊച്ചിന് കൊടുക്കാൻ. പിന്നെ എത്രയുണ്ട്? 150 രൂപ. 150 രൂപ എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് ഹോട്ടലിൽ കയറി പൊറോട്ടയും ഇറച്ചിയും അടിച്ചു, 75 രൂപ. പിന്നെ ബാക്കി എത്രയുണ്ട്? 75 രൂപ. ചുരുക്കി പറഞ്ഞ സ്വാതന്ത്ര്യാഴ്ച ഇട്ടത് 2 രൂപ. അത്രേ ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളൂ, വേറെ ഒറ്റ പൈസ ദൈവത്തിനായി കൊടുത്തിട്ടില്ല. അതും പിശുക്കിയും തിരുമിയാ കൊടുത്ത്. അപ്പൊ അതുകൊണ്ടും പ്രതിഫലം കുറവാണ്. 200 രൂപ കിട്ടിയാൽ ആദ്യം 20 രൂപ ദശാംശം ലോക്കൽ പാസ്റ്ററുടെ കൈവശം കൊണ്ടുവന്ന് കൊടുക്കണമായിരുന്നു. പിന്നെ 180 നിന്ന് സ്വോത്ര കാഴ്ച ഇടുക. വേറെ വല്ല പാസ്റ്റർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒക്കെ 180 രൂപയിൽ നിന്നാണ് സ്വോത്ര കാഴ്ച ഇടുക. യോഗത്തിന് മുമ്പ് ബസ് ചാർജ് കൊടുക്കുക, അതൊക്കെ 180 നിന്ന്. ഈ 20 നിന്ന് എടുക്കരുത്. ഓർക്കൊരു കല്യാണി പറഞ്ഞോട്ടെ. ഇങ്ങനെ ദൈവം നമുക്ക് തന്ന സമ്പത്തിന്റെ കണക്ക് ഞെട്ടും. കണക്ക് ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചു, ബാലൻസ് ഷീറ്റ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചു. അടുത്തത് ദൈവം നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ കണക്ക്. അടുത്തത് ദൈവം നമുക്ക് തന്ന വിദ്യാഭ്യാസത്തിന്റെ കണക്ക്. 5 ഭാഷ സംസാരിക്കാൻ അറിയുന്നവൻ 5 ഭാഷക്കാരോട് സുവിശേഷം അറിയിച്ചോളണം. സ്തോത്രം, സ്തോത്രം. വിദ്യാഭ്യാസത്തിന്റെ കണക്ക്. അടുത്തത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകളുടെയും കൃപാവരങ്ങളുടെയും കണക്കെന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുക.
പാടാൻ കൃപയുള്ളവൻ പാടണം, പ്രാർത്ഥിക്കാൻ കൃപയുള്ളവൻ പ്രാർത്ഥിക്കണം, പ്രസംഗിക്കാൻ കൃപയുള്ളവൻ പ്രസംഗിക്കണം, പഠിപ്പിക്കാൻ കൃപയുള്ളവൻ പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിപാലന വരമുള്ളവൻ പരിപാലനം ചെയ്യണം. ആമേൻ. പായ വിരിക്കാൻ കൃപ ലഭിച്ചവർ പായ വിരിക്കണം, അത് തെറുക്കാൻ കൃപ ലഭിച്ചവർ തെറുക്കണം. സ്തോത്രം, സ്തോത്രം. പ്രവചന വരം കിട്ടിയാല് പ്രവചിക്കണം, രോഗശാന്തി വരം കിട്ടിയാല് അത് ജ്വലിപ്പിക്കണം. അവർക്കൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആളാം പ്രതി വേല ചെയ്യുവാൻ കൃപയുള്ളവൻ ആളാം പ്രതി വേല ചെയ്യണം. കൺവെൻഷൻ പ്രസംഗകൻ കൺവെൻഷൻ സഹിക്കണം. എല്ലാവർക്കും ഒരു കൃപയല്ല. സഭാ ശുശ്രൂഷയ്ക്ക് വരം ലഭിച്ചവർ ആ ശുശ്രൂഷ ഏറ്റെടുക്കണം, അല്ലാത്തവർ ഏറ്റെടുക്കരുത്. ആമേൻ, ആമേൻ. ക്ഷീണിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയെ വാക്കുകൊണ്ട് താങ്ങാൻ കഴിയുന്നവൻ പ്രൈസ് ദി ലോർഡ്, അവനെ പ്രൈസ് ദി ലോർഡ് താങ്ങണം. എല്ലാവർക്കും ഒരു കഴിവല്ല ദൈവം കൊടുത്തിരിക്കുന്നത്, വ്യത്യസ്ത കഴിവുകളാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ശരീരത്തിൽ വെവ്വേറെ നമ്മൾ അവയവങ്ങളാണ്. എല്ലാ അവയവങ്ങളുടെയും ശുശ്രൂഷ ഒന്നല്ല. നമ്മെ ഏൽപ്പിച്ച സ്ഥലത്ത് വിശ്വസ്തരായിരുന്നുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള വേല നമ്മൾ ചെയ്യണം. കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ന്യായം വിധിക്കുന്നത് എങ്ങനെ? ന്യായം വിധിക്കാൻ ചില പുസ്തകങ്ങളുണ്ട്. പ്രധാനമായും 3 പുസ്തകങ്ങൾ വെച്ചാണ് ന്യായം വിധിക്കുന്നത്. ഒന്നാമത്തെ പുസ്തകം ലൂക്കോസ് 10:20, ഫിലിപ്പിയർ 4:3 ജീവന്റെ പുസ്തകം. രണ്ടാമത്തെ പുസ്തകം മലാക്കി 3:16 സ്മരണയുടെ അഥവാ ഓർമ്മയുടെ പുസ്തകം. മൂന്നാമത്തെ പുസ്തകം റോമർ 2:16 ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ, സുവിശേഷം. ഏറ്റവും കുറഞ്ഞത് ഈ 3 പുസ്തകങ്ങളുണ്ട് ഈ ന്യായവിധിക്ക്. ഒന്നാമത്തെ പുസ്തകം ഏതാണ്? ജീവന്റെ പുസ്തകം. യേശു പറയുകയാണ്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ഫിലിപ്പിയരോട് പറയുകയാണ്. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാർ. ഒന്നാമത്തെ പുസ്തകം ജീവന്റെ പുസ്തകം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അത് പൂർണ്ണമായി. ഇതിൽ ആരുടെ പേരാണെന്നറിയാമോ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിച്ചവരുടെ പേരുകൾ എന്ന് വെച്ചാൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ വീണ്ടും ജനിച്ചവരുടെ പേരുകൾ. നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ പഞ്ചായത്തിൽ അറിയിക്കണം എന്നാണ്. അറിയിച്ചാൽ പഞ്ചായത്തിന്റെ രജിസ്റ്ററിൽ അതിന്റെ പേരെഴുതി വെക്കും. മരിച്ചതും ഇത്ര ദിവസത്തിനുള്ളിൽ അറിയിക്കണം. അറിയിച്ചാൽ ആ രജിസ്റ്ററിൽ നിന്ന് പേര് വെട്ടും. അത് നാം മനുഷ്യരിൽ നിന്ന് ജനിച്ചു, ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനാൽ ദൈവരാജ്യത്തിലാകുന്നു. ഇവിടുത്തെ ജനനം ഉദരത്തിലെ ജനനം, അവിടുത്തെ ജനനം ഉയരത്തിലെ ജനനം. ഇത് ജഡപ്രകാരമുള്ള ജനനം, അത് ആത്മപ്രകാരമുള്ള ജനനം. ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഒരു പാപി വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അവൻ സ്വർഗരാജ്യത്തിൽ, അവൻ ദൈവരാജ്യത്തിലാകുന്നു. അവന് സ്വർഗീയ പൗരത്വം കിട്ടുന്നു. ഇവിടെ ഒരു കുഞ്ഞിന് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നെങ്കിൽ നമുക്ക് സ്വർഗീയ പൗരത്വം കിട്ടി. അപ്പോൾ സ്വർഗത്തിലെ രജിസ്റ്ററാണ് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകം. അതിൽ നമ്മുടെ പേര് ചേർത്തെന്ന് ഉറപ്പുണ്ടോ? പേരുണ്ടെന്ന്. അതാ പാട്ടുകാരൻ പാടിയ പേർ വിളിക്കും നേരം കാണും. വല്ലവന്റെയും പേരല്ല, എന്റെ പേര്. പാട്ടുകാരൻ പാടിയ പുസ്തകം തുറന്നിടാൻ കാലമായേ, വല്ലവന്റെ പേരും കേട്ടിടാൻ നേരമായേ എന്നല്ല, എന്റെ പേരും കേട്ടിടാൻ കാലമായേ. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട് എന്റെ പേരവിടെ ഉണ്ടെന്ന്? ദൈവമക്കളെ, ഇവിടെ നമുക്ക് ഒന്നുമില്ലെങ്കിലും പേരവിടെ ഉള്ളത് കൊണ്ട് സന്തോഷിച്ചു. ഇവിടെ അനേക സമ്പത്തുള്ള പ്രൈസലോ വലിയ വലിയ ധനവാന്മാരുടെ പലരുടെയും പേര് ദൈവം അവിടെ എഴുതിയിട്ടില്ല. എഴുതാനുള്ള വ്യവസ്ഥ അവർ പാലിച്ചിട്ടില്ല. പ്രൈസലോ പുത്രനിൽ അവർ വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന് അളവറ്റ കൃപയാൽ പാപികളും ദോഷികളും നരകയോഗ്യരുമായിരുന്നു നമുക്ക് പ്രൈസലോ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ദൈവഭാഗ്യം എന്നതിനായി കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ച്. എന്തിനാ ഈ പുസ്തകം തുറക്കുന്നതെന്നറിയാമോ? പേര് വിളിക്കാനാ. പേര് വിളിക്കുന്നത് എങ്ങനെ? ക്രമത്തിലാ. ആദ്യം വീണ്ടും ജനിച്ചവന്റെ പേര് ആദ്യം വിളിക്കും, രണ്ടാമത് വീണ്ടും ജനിച്ചവന്റെ പേര് രണ്ടാമത് വിളിക്കും, മൂന്നാമത് വീണ്ടും ജനിച്ചവന്റെ പേര് മൂന്നാമത് വിളിക്കും. അങ്ങനെ പുതിയ നിയമസഭയുടെ ചരിത്രം എടുത്താൽ 1-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ടവര്, 2-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ടവര്, 3-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ടവര്, ഞാൻ 20-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ടതിന്റെ 20-ാമത്തെ വയസ്സിൽ. അങ്ങനെ ഏറ്റവും ഒടുവിൽ പേര് വിളിക്കുന്നത് ഇന്ന് യേശു വന്നാൽ ഇന്ന് ഏറ്റവും ഒടുവിൽ രക്ഷിക്കപ്പെട്ടവന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ വിളിക്കുന്നത്.
അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതിന്റെ ക്രമത്തിലാണ് അവിടെ പേരെഴുതിയിരിക്കുന്നത്. ആ ക്രമത്തിൽ വിളിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെന്ന ശേഷം 20 നൂറ്റാണ്ട് വരെയുള്ള വിശുദ്ധന്മാരുടെ പേരുകൾ വിളിക്കുന്നതും അവരെ ന്യായം വിധിക്കുന്നതും പ്രൈസ് പ്രതിഫലങ്ങൾ കൊടുക്കുന്നതെല്ലാം നാം കണ്ടുകൊണ്ട് നിൽക്കും. അങ്ങനെ നമുക്ക് തൊട്ട് മുൻപ് രക്ഷിക്കപ്പെട്ടവനവരെ വിളിച്ച് ന്യായം വിധിച്ച ശേഷം നമ്മെ വിളിക്കും. അതുവരെയുള്ളത് കണ്ടു നിൽക്കുക എന്ന് പറയുന്ന ഒരു അല്പം പ്രയാസം തന്നെ. സ്തോത്രം. അടുത്ത പുസ്തകം ഏതാണെന്നറിയാവോ? സ്മരണയുടെ ഓർമ്മയുടെ പുസ്തകം. മലാക്കി പ്രവചനത്തിൽ വളരെ വ്യക്തമായി കുറിച്ച് വെച്ചിരിക്കുന്നു. അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. മലാക്കി 3:16 യഹോവ ശ്രദ്ധ വച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും തന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. വായിച്ചാട്ടെ പാസ്റ്ററെ. മലാക്കി 3:16 യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ യഹോവ ഭക്തന്മാരുടെ സംസാരങ്ങളും പ്രവർത്തികളും എല്ലാം ഇതിനകത്ത് കുറിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം സംസാരിച്ചതും പ്രവർത്തിച്ചതും നമ്മൾ ചെയ്തതെല്ലാം എഴുതിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ഈ പുസ്തകം മാത്രമാണ്. അനേക വിശുദ്ധന്മാർ അവരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ മരിക്കുന്നതിന് മുമ്പും മരിച്ച ശേഷം അവരുടെ വേണ്ടപ്പെട്ടവരും രചിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാം ആ പുസ്തകത്തിൽ ഇല്ല. പക്ഷെ ഈ പുസ്തകത്തിൽ എല്ലാം ഉണ്ടായിരിക്കും. ഇന്ന് നേരം വെളുത്ത ശേഷം ഈ സമയം വരെ നമ്മൾ പറഞ്ഞതും ചെയ്തതും എല്ലാം നമുക്ക് ഇപ്പോൾ ഓർമ്മ കാണത്തില്ല. അതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണ രൂപം എഴുതി വെച്ചിരിക്കുകയാണ്. അതെല്ലാം അവിടെ തുറന്നു വായിക്കും. ആമേൻ. അഹശ്വേരോസ് ചക്രവർത്തിക്ക് ഉറക്കം വരാതിരുന്നപ്പോൾ ദിനവൃത്താന്ത കുറിപ്പ് തുറന്നു വായിച്ചപ്പോൾ മൊർദെഖായി ചക്രവർത്തിയെ രക്ഷിച്ച വിവരം എഴുതിക്കൊണ്ടു. എന്ത് പ്രതിഫലം കൊടുത്തു? ഒന്നും കൊടുത്തിട്ടില്ല. ആരവിടെ? ഹാമാൻ. എന്ത് കൊടുക്കണം? ഏറ്റവും നല്ല നിലയിൽ അവൻ പറഞ്ഞു. ചക്രവർത്തി പറഞ്ഞു ആ വാദത്തിലിരിക്കുന്ന മൊർദെഖായിക്ക് വേണ്ടി ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ മൊർദെഖായി ചക്രവർത്തിക്ക് വേണ്ടി ചെയ്തത് അതിന് പ്രതിഫലം കൊടുക്കുവാൻ വൈകിയത് കൊണ്ട് വലിയ പ്രതിഫലം കിട്ടി. അത് അന്ന് തന്നെ കൊടുത്തായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രതിഫലം കിട്ടത്തില്ലായിരുന്നു. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതിന് ശരിയായ പ്രതിഫലം ഇഹത്തിലല്ല ലഭിക്കുന്നത്, പരത്തിലാണ്. അത് വൈകുന്തോറും അതിന്റെ വലുപ്പം വലുതായിരിക്കും. പ്രിയരേ, ദിവസമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, കർത്താവിന് വേണ്ടി അഹോരാത്രം ഈ ഭൂമിയിൽ അധ്വാനിച്ച തന്റെ വിശുദ്ധന്മാരെ, തന്റെ വിശുദ്ധമതികളെ മറന്നുകളയുന്നവരല്ല ദൈവം. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം നമ്മുടെ ആയുസ്സിൽ. അതൊക്കെ വായിക്കാനും പ്രതിഫലങ്ങൾ കൊടുക്കാനുമാണ് ഇത് തുറക്കുന്നത്. അത് തുറക്കണം. തുറന്നാൽ തന്നെ അത് ശരിയാകത്തുള്ളൂ. ഇനി അടുത്തതാണ് ദൈവത്തിന്റെ വചനം. റോമർ 2:16 അതിന്റെ വാക്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുകയാണ്: ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പൊ അവിടെ കൊണ്ടുവരുന്ന പുസ്തകം സുവിശേഷമാണ്. സുവിശേഷം എന്താ? ക്രിസ്തു. സുവിശേഷത്തിന്റെ പൊരുളാരാ? ക്രിസ്തു. പഴയ നിയമം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഒരുക്കം. അപ്പൊ അതിൽ സുവിശേഷമുണ്ട്. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രത്യക്ഷത. അപ്പൊ അത് സുവിശേഷമാണ്. 4 സുവിശേഷങ്ങൾ. സുവിശേഷം ഒന്നേ ഉള്ളൂ, 4 എഴുതി 4 സുവിശേഷങ്ങൾ. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ വിശദീകരണം. വെളിപ്പാട് പുസ്തകം സുവിശേഷത്തിന്റെ പൂർത്തീകരണം. അപ്പൊ പഴയ നിയമത്തിൽ സുവിശേഷം, 4 സുവിശേഷങ്ങളിൽ സുവിശേഷം, ജനങ്ങളിൽ സുവിശേഷം, വെളിപ്പാടിലും സുവിശേഷം. ചുരുക്കി പറഞ്ഞാൽ ഇത് മൊത്തം സുവിശേഷം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ 66 ഗ്രന്ഥങ്ങളുടെ ഒറിജിനൽ ഒരു കോപ്പി സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. സ്വർഗത്തിലുള്ള എല്ലാ ബൈബിൾ സുവിശേഷ വിരോധികൾ നശിപ്പിച്ചാലും ഇതിന്റെ ഒറിജിനൽ കോപ്പി ഇല്ല. അത് സ്വർഗത്തിലുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, സ്വർഗത്തിലുള്ള ദൈവോധനം നമ്മുടെ ഭാഷയിൽ ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നതിനാൽ ഈ പുസ്തകം കൊണ്ടുവന്നവർ ഈ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നമ്മുടെ സ്വന്തം ഭാഷയിൽ ദൈവം ഈ ഗ്രന്ഥം നമുക്ക് തന്നതിനാൽ ഈ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചോട്ട് 3 ഹല്ലേലൂയ ഉറക്കെ പാടിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്തിനാ തുറക്കുന്നതെന്നറിയാമോ? ഇതനുസരിച്ചാണോ ജീവിച്ച്, ഇതനുസരിച്ചാണോ ശുശ്രൂഷിച്ച്, ഇതനുസരിച്ചാണോ പ്രവർത്തിച്ച് എന്നറിയാനോ. അനേകർ ജീവിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ വചനപ്രകാരമാകണ്ടേ. അതാ പൗലോസ് പറഞ്ഞ 2 തീമോഥെയോസ് 2:5 ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കയില്ല. ചട്ടമുണ്ട്, ചട്ടപ്രകാരം പ്രവർത്തിക്കണം. സ്തോത്രം. സുവിശേഷം അറിയിക്കുമ്പോൾ, കൺവെൻഷൻ നടത്തുമ്പോൾ, ബൈബിൾ ക്ലാസുകൾ നടത്തുമ്പോൾ, യോഗങ്ങൾ നടത്തുമ്പോൾ, ആമേൻ, നാം നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെ അത് ചെയ്യണമെന്ന് തിരുവചനത്തിലുണ്ട്. ആ തിരുവചന പ്രകാരം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. വാശിയിലും വൈരാഗ്യത്തിലുമല്ല സുവിശേഷ യോഗം നടത്തേണ്ടത്, പിന്നെയോ ആത്മഭാരത്തോടും ദൈവസ്നേഹത്തോടും നടത്തണം. കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത് ഒരാൾ കൊടുത്തതിനെ പ്രൈസ് ദി ലോർഡ് കടത്തിവെട്ടാനായിരിക്കരുത്, പിന്നെയോ ദൈവസ്നേഹത്തിൽ അത് ചെയ്യണം. അവൻ 250 കൊടുത്തുമില്ലേ, അന്ന് എന്റെ പേരിൽ 1000 എഴുത്. എന്തിന്? ദൈവസ്നേഹത്തിലല്ല, അവനെ കടത്തി വെട്ടാൻ. ആ 750 ഒരു പ്രതിഫലവും ഇല്ല. 250 ഉള്ളൂ, 750 ഇല്ല. സ്തോത്രം. അപ്പൊ തിരുവചനപ്രകാരമാണോ നമ്മുടെ സേവനങ്ങൾ എന്ന് അറിയാനാണ് ഈ തിരുവചനം തുറക്കുന്നത്. അതുകൊണ്ട് 19 സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നത്, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. അതെ, ഈ ദൈവത്തിന്റെ തിരുവചനം നാം അനുസരിച്ചാൽ നമ്മുടെ പ്രതിഫലങ്ങൾ സ്വർഗത്തിൽ വർദ്ധിക്കുകയാണ് പ്രിയരേ. എന്തിനെല്ലാം ന്യായവിധിയുണ്ട്? പെട്ടെന്ന് ഞാൻ പറയാം. 1 പ്രവർത്തികൾക്ക് 2 കൊരിന്ത്യർ 5:10 നാം ചിന്തിച്ചല്ലോ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും. 2 നമ്മുടെ വാക്കുകൾക്ക് മത്തായി 12:36 മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചിലരോട് എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചാൽ അവർ മറുപടി പറയും, ഓ, ആ ഓക്കെ കണക്ക് പറയേണ്ടി വരും. ചിലരോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, എങ്ങോട്ടാ പോകുന്നത്? ഇത്തറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലം എൻ്റെ അറിവിൽ ലോകത്തിലില്ല. ചിലർ പറയും എങ്ങോട്ടാ പോകുന്നത്? കോട്ടയത്തേക്ക്. തൃശ്ശൂർ വെച്ച് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, എങ്ങോട്ടാ പോകുന്നത്? കോട്ടയത്തേക്ക്. നമ്മൾ കോഴിക്കോട് എന്നപ്പോഴുണ്ട് ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നു. പറഞ്ഞത് കോട്ടയത്തേക്ക്, ആളെ കണ്ടത് കോഴിക്കോട്. കോട്ടയം തൃശ്ശൂരിന്റെ തെക്കും കോഴിക്കോട് വടക്കുമാണ്. കേട്ടോ, നമ്മുടെ വാക്കുകൾക്ക് ന്യായവിധി. ചിലര് മാന്യനായ മനുഷ്യർ റോഡെ പോകുമ്പോൾ കൊച്ചു കരയാതിരിക്കാൻ പറയാ, ആളിവിടുത്തെക്കാരൻ പോകുന്നേ. കൊച്ചു കരയുമ്പോൾ ഉത്തരത്തേട്ട് നോക്കി പറയും, എലി. അവിടെ ഒരു എലിയില്ല. ഇതിനൊക്കെ കണക്ക് പറയണം. ചെറിയ കാര്യമാണോ അത്? ചിലരോട് നമ്മൾ വഴിയിൽ വെച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങോട്ടാ പോകുന്നേ? ഇവിടം വരെ പോവുക. എവിടെയാ? എന്തിനാ പോകുന്നേ? ചുമ്മാ പോവുക. വീട്ടിൽ പോകാൻ പറയണം. ചുമ്മാ അങ്ങോട്ട് പോകണ്ട, കാര്യമുണ്ടെങ്കിൽ പോയാൽ മതി. വാക്കുകൾക്ക് ന്യായവിധി. അടുത്തത് രഹസ്യങ്ങളെ ന്യായം വിധിക്കും. നമ്മൾ ചിന്തിച്ച വാക്യമാണ് റോമർ 2:16. മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ നമ്മുടെ സർവ്വ രഹസ്യങ്ങളും അന്ന് വെളിപ്പെടും. ഇവിടെ നമുക്ക് രഹസ്യം ആവശ്യ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ സാധ്യമല്ല. പക്ഷെ സ്വർഗത്തിൽ രഹസ്യമില്ല. കാരണം നമ്മൾ ജഡത്തിലല്ല, നമ്മൾ തേജസ്സിലാണ്. അവിടെ രഹസ്യങ്ങളൊന്നും വേണ്ട. രഹസ്യങ്ങളെല്ലാം ഇവിടെ തീർക്കണം. ഇവിടെ വെച്ച് അവസാനിക്കും രഹസ്യങ്ങളല്ല. സ്വർഗത്തിൽ ചെന്ന് രഹസ്യങ്ങളില്ല, അവിടെ എല്ലാം പരസ്യ. അടുത്തത് ആലോചനകളെ ന്യായം വിധിക്കും. 2 കൊരിന്ത്യർ 4:5 പൗലോസ് 1 കൊരിന്ത്യർ 4:5 പൗലോസ് പറയാൻ, ആകയാൽ സമയത്ത് കർത്താവ് വരുവോളം സമയത്തിന് മുന്നമേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ആമേൻ. അതാ ഏറ്റവും ഭയാനകം. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ വെളിപ്പെടുത്തുന്നു. ഹൃദയത്തിൽ ദുഷിച്ച ചിന്തകളും നല്ല ചിന്തകളും കടന്നു വരും. അതെല്ലാം വെളിപ്പെടുത്തും. നമ്മുടെ തലയ്ക്ക് മീതെ പക്ഷി പറക്കാതെ തടയുക നമുക്ക് സാധ്യമല്ല. തലയിൽ കൂട് വയ്ക്കാതെ തടയാൻ കഴിയും. ഇതുപോലെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളെ തടയുക സാധ്യമല്ല. അത് ഹൃദയത്തിൽ കൂടുവയ്ക്കാതെ തടയാൻ നമുക്ക് കഴിയും. അതാ ദൈവം അർത്ഥമാക്കുന്നത്. ഹൃദയത്തിൽ ഈ ചിന്തകൾ കൂടുവയ്ക്കരുത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു.
അതുകൊണ്ട് മോഹം വന്നാൽ ഉടനെ മോഹത്തോട് പറയണം, യേശുവിന്റെ നാമത്തിൽ മോഹമേ എന്റെ ഹൃദയത്തിൽ നിന്ന് പോകാ നീ. ചിന്ത വന്ന ചിന്തയെ നാം വെച്ച് പൂജിക്കരുത്. ദുഷിച്ച ചിന്തയെ അപ്പത്തന്നെ ആട്ടി നാം പുറത്താക്കണം. നല്ല ചിന്തകളെ മാത്രം ഹൃദയത്തിൽ വെക്കണം. അപ്പൊ ചിന്തകളെ പോലും ദൈവം ന്യായം വിധിക്കും.